ക്രൂശിത രക്ഷക വിമോചന. മക്കളെ, സഹനത്തിന്റെ പാനപാത്രം നമ്മുടെ കയ്യിൽ കർത്താവ് എടുത്തു വെച്ച് തരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരുമ്പോൾ, ചിലതൊക്കെ പാതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോകേണ്ടതല്ല. ഒന്നും പാതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടതല്ല. ആരെയും പാതി വഴിക്ക് ഉപേക്ഷിക്കരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, യേശു പാതി വഴിക്ക് ഉപേക്ഷിച്ചിരുന്നെങ്കിൽ എനിക്കും നിനക്കും എങ്ങനെ രക്ഷ സാധ്യമാകുമായിരുന്നു? യേശുവിന്റെ കാൽവരി യാഗത്തിന്റെ പൂർണ്ണതയിൽ, പൂർത്തീകരണത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? എന്റെയും നിങ്ങളുടെ രക്ഷ സംഭവിക്കേണ്ടത്. അപ്പോ പിതാവായ ദൈവം തന്റെ പുത്രന്റെ മേൽ അനുവദിച്ച സഹനങ്ങൾ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സുമനസ്സാലെ യേശു ഏറ്റെടുത്ത് അത് പൂർത്തീകരിക്കപ്പെട്ടപ്പോഴാണ് ലോകത്തിന്റെ രക്ഷ സാധ്യമായതെങ്കിൽ, ശ്രദ്ധിക്കണേ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ മേൽ ദൈവം അനുവദിച്ചിട്ടുള്ള സഹനങ്ങളെ സന്തോഷത്തോടെ, ക്ഷമയോടെ ഏറ്റെടുത്ത് സഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ്, അത് കാൽവരിയോളം എത്തുമ്പോൾ മാത്രമാണ് നമ്മുടെ സഹനത്തിലൂടെ രക്ഷിക്കപ്പെടേണ്ട ചിലരൊക്കെ രക്ഷപ്രാപിക്കുക. അപ്പോ നമ്മൾ കർത്താവിനോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്ന സഹനവുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മളിലൂടെ രക്ഷിക്കപ്പെടുന്ന ചിലരൊക്കെ ഉണ്ട്, നമ്മളിലൂടെ രക്ഷിക്കപ്പെടേണ്ട ചിലരുമുണ്ട്. നമ്മൾ ബോധപൂർവം ഏറ്റെടുക്കുന്ന സഹനത്തിന്റെ, ദൈവകരങ്ങളിൽ നിന്ന് നമ്മൾ സ്വന്തമാക്കിയ സഹനത്തിന്റെയും വേദനകളുടെയും ജീവിതാനുഭവങ്ങളുടെ നടുവിൽ ക്ഷമയോടും ദൈവത്തോടുള്ള ബന്ധത്തിലും അവയെല്ലാം സഹിച്ചും ക്ഷമിച്ചും പൊറുത്തും എളിമപ്പെട്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിലൂടെ ആരൊക്കെയോ ദൈവം രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിന്റെ തന്നെ ജീവിത പങ്കാളിയായിരിക്കാം, നിന്റെ മാതാപിതാക്കളാകാം, നിന്റെ മക്കളാകാം, നിന്റെ കൂടപ്പിറപ്പുകളാകാം, ആരുടെയൊക്കെ രക്ഷ നിന്റെ കൈത്തുമ്പിൽ, നിന്റെ വിരൽ തുമ്പിൽ കർത്താവ് തന്നിട്ടുണ്ടെന്ന് നീ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഒന്നും പാതി വഴിക്ക് ഉപേക്ഷിക്കരുത്. ഈ സഹനമൊക്കെ വരുമ്പോൾ പാതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോകരുത്. ദൈവത്തെ തള്ളി പറഞ്ഞ്, ജീവിത പങ്കാളിയെ ഉപേക്ഷിച്ച്, മക്കളെ ഇട്ടിട്ട് എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി ഓടരുത്. സഹനമില്ലാതാകാൻ വേണ്ടി, വിഷമമൊന്നും ഇല്ലാത്ത ഒരു ജീവിതത്തിന് ഇറങ്ങി ഓടരുത്. ഒന്നും കിട്ടാൻ പോകുന്നില്ല. നിന്റെ രക്ഷയും നഷ്ടപ്പെട്ടു, നിന്റെ ആത്മരക്ഷയും അപകടത്തിലായെന്ന് മാത്രമല്ല, നിന്നിലൂടെ, നിന്റെ സഹനത്തിലൂടെ ആരുടെയൊക്കെ ആത്മരക്ഷ ദൈവം ഉറപ്പിക്കാൻ ആഗ്രഹിച്ചുവോ അവരുടെയും ആത്മരക്ഷ അപകടത്തിലായില്ലേ? ഇനി അവരെങ്ങനെ രക്ഷിക്കപ്പെടും? നിന്നിലൂടെയാണ് അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക്, നിന്റെ സഹനത്തിലൂടെയാണ് അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ ദൈവം ആഗ്രഹിച്ചത്. ഹല്ലേലൂയ. എന്നിട്ടിപ്പോ നീ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട്, അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, യേശു തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു. യേശു തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു, കൂട്ടിച്ചേർക്കുന്നു, അവസാനം വരെ സ്നേഹിച്ചു. അപ്പോ ദൈവം നമുക്ക് ചിലരൊക്കെ ഇങ്ങനെ സ്നേഹിക്കാനായിട്ട് തന്നിട്ടുണ്ട്. ഈശോ നമ്മുടെ ജീവിതത്തിൽ ചില സഹനങ്ങൾ തന്നിട്ടുണ്ട്, ചില വേദനകളും ചില പരീക്ഷകളും പരീക്ഷണങ്ങളും ഒക്കെ ജീവിതത്തിൽ തരും. എന്നാലും അന്ത്യത്തോളം സഹിച്ചു നിൽക്കുന്നവനാണ് രക്ഷിക്കപ്പെടുക. പാതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോകുന്നവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക്, ജീവന്റെ കിരീടം പ്രാപിക്കില്ല. അതുകൊണ്ടല്ലേ പൗലോസിനെ പറഞ്ഞത്, ആർക്ക് എന്നെ ഈ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ പറ്റും? ഒന്നിനും എന്നെ വേർപെടുത്താൻ പറ്റില്ല. പട്ടിണിയും നഗ്നതയും ആപത്തോ വാളോ എന്തു വന്നോട്ടെ, ഇതിനൊന്നിനും ഈ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപെടുത്താൻ പറ്റാത്ത വിധം ഞാൻ എൻ്റെ കർത്താവുമായിട്ട് അങ്ങനെ ഒരു ആത്മീയ ഐക്യത്തിലേക്ക്, ബന്ധത്തിലേക്ക്, സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് പ്രവേശിച്ചു എന്നാ പറയാ. അതുകൊണ്ടാണ് പൗലോസിലേക്ക് വിളിച്ചു പറയാൻ പറ്റിയത്, ഇതാ ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. അത് മനോഹരമായിട്ട് എന്നെ ഏൽപ്പിച്ചിരുന്ന വിശ്വാസം ഞാൻ കാത്തു, എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി. അതുകൊണ്ട് എനിക്കായി കർത്താവ് ഒരുക്കിയ ജീവന്റെ കിരീടം കർത്താവ് എന്നെ അണിയിക്കട്ടെ. കണ്ടോ, രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. താൻ എന്തിനു വേണ്ടി ജീവിതം ഓടിത്തീർത്തുവോ, താൻ അധ്വാനിച്ചതും താൻ കഷ്ടപ്പെട്ടതും വ്രതാവിലാകാതിരിക്കാൻ പൗലോസിലെ പറയുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12 മുതലുള്ള വചനങ്ങളിൽ, ഞാൻ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുന്നു, വിശ്വാസത്തിന്റെ നാഥനായ കർത്താവിനെ, ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ രക്ഷയുടെ ജീവിതത്തിന്റെ വഴികളിലൂടെ ഞാൻ ഓടുകയാണ്. കാരണം എന്തിനാ? ഞാൻ ഈ ഓടിയതും ഞാൻ ഈ അധ്വാനിച്ചതും ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ കർത്താവിന്റെ ദിനത്തിൽ വ്രതാവിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതെല്ലാം ചെയ്തിട്ട്
അവസാനം കർത്താവിൻ്റെ ദിനം, അതായത് ഞാനും കർത്താവും മാത്രമുള്ളൊരു ദിനമുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരു സമയം. ആ ദിനത്തിൽ നിൽക്കുമ്പോൾ ഇന്നലകളിൽ ഞാൻ ഓടിയത്, ഇന്നലകളിൽ ഞാൻ അധ്വാനിച്ചത്, ഇന്നലകളിൽ ഞാൻ പ്രാർത്ഥിച്ചു എന്ന് കരുതിയത്, ഇന്നലകളിൽ വിശുദ്ധ ജീവിതം നയിച്ചു എന്ന് കരുതിയതൊക്കെ വൃഥാവിലാകാതിരിക്കാനാണ്. എന്തിനാ അന്ത്യത്തോളം ഓടാൻ തീരുമാനമെടുത്തത്? അവസാനം വരെ ജീവിതത്തിൽ അതുപോലെ വേദനകളും സങ്കടങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അല്ലെ ചാട്ടവാറടിയും കാരാഗ്രഹവാസവും കപ്പലപകടവും എല്ലാം ഉണ്ടായിട്ടും, അത്രയും സഹനങ്ങൾ ഉണ്ടായിട്ടും അവസാന ശ്വാസം വരെ പൗലോസ്ലീഹ ദൈവരാജ്യത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി ഓടാൻ തീരുമാനമെടുത്തത് എന്താണ്? ഈ വചനം പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയ. അവസാനം വരെ യേശുവിന് വേണ്ടി സഹിച്ചു നിൽക്കുന്നവനാണ് രക്ഷിക്കപ്പെടുക. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഈശോയെ ആരാധിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഒത്തിരി വേദനയുടെ നടുവിലും സങ്കടങ്ങളുടെ നടുവിലും കണ്ണുനീരിന്റെ നടുവിലും ദുഃഖ ദുരിതങ്ങളുടെ നടുവിലൊക്കെ ആയിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ വിഷമിക്കുന്നവർ ഇതിനകത്തുണ്ട്. എന്ത് ചെയ്യണമെന്നറിയില്ല ദൈവം, എന്ത് ചെയ്യണമെന്നറിയില്ല. ദുഃഖങ്ങളുടെ സങ്കടങ്ങളുടെ ദുരിതങ്ങളുടെ ഏറ്റക്കുറിച്ചലിന്റെ നടുവിൽ മനസ്സിങ്ങനെ ഭാരപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് ഭയങ്കരമായ പരിഭ്രാന്തിയുടെ ഒക്കെ നടുവിലൂടെ കടന്നു പോരുന്നുണ്ട്. ചില ശാരീരിക രോഗങ്ങൾ ഇങ്ങനെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് അതിൻ്റെ ഒക്കെ ഭാരം കൊണ്ടു നടക്കുന്നവർ ഇതിനകത്തുണ്ട്. കുടുംബത്തിൻ്റെ ഒക്കെ ചില അവസ്ഥ കാണുമ്പോൾ ഉള്ളുകൊണ്ട് മനസ്സിൽ ചോദ്യം വരുന്നുണ്ട്, ആത്മാവിലൊരു ചോദ്യം വരുന്നുണ്ട്, ദൈവമേ ഇതെന്നെ ശാപം കിട്ടിയ വീടാണോ എൻ്റേത്? ശാപം കിട്ടിയൊരു കുടുംബമാണോ എൻ്റേത് എന്നുപോലും ദൈവമേ എൻ്റെ ആത്മാവിൽ ചോദ്യം ഉയർന്നിട്ടുണ്ട്. കാര്യങ്ങളൊന്നും ആഗ്രഹിച്ചതുപോലെ സ്വപ്നം കണ്ടതുപോലെ നടക്കാതെ വന്നപ്പോ തമ്പുരാൻ എൻ്റെ ആത്മാവിൽ ചോദ്യം ഉയർന്നിട്ടുണ്ട്, ദൈവമേ നീ എന്നെ മറന്നോ? നീ എന്നെ ഉപേക്ഷിച്ചോ? നീ ഇങ്ങനെ പോലെ നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? നീ ശരിക്കും ദൈവമാണോ? ഇങ്ങനൊരു ദൈവം ഉണ്ടോ? വിശ്വാസത്തെ പോലും പിടിച്ചുലയ്ക്കുന്ന ചില ചോദ്യങ്ങൾ നമ്മുടെ ആത്മാവിൽ ഉയർന്നിട്ടില്ലേ? നീ ദൈവമാണെങ്കിൽ എന്തിനാ ഇത്രയും സഹനങ്ങൾ? നീ നല്ലവനാണെങ്കിൽ എന്തിനാ ഇങ്ങനെ നല്ലവര് സഹിക്കാൻ നീ അനുവദിക്കുന്നേ? നീ നല്ലവനാണെങ്കിൽ ആ പാവപ്പെട്ടവർ എന്ത് ചെയ്തിട്ടാ അവർക്ക് ഇന്ന് അങ്ങനത്തെ സഹനം നൽകിയത് എന്നൊക്കെ നമ്മുടെ ആത്മാവിൽ നമ്മൾ ചോദിച്ചിട്ടില്ലേ? ദൈവത്തിന്റെ ശക്തി പ്രകടമാകാത്തതാണ് എല്ലാ ജീവിതങ്ങളുടെയും ദുഃഖത്തിന്റെ കാരണം എന്ന് സങ്കീർത്തകൻ പറഞ്ഞത് തൻ്റെ ജീവിതത്തെ നോക്കിയിട്ടാകാം. തൻ്റെ സങ്കടങ്ങളുടെയും തൻ്റെ വേദനകളുടെയും ആഴം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ സങ്കീർത്തകൻ ഒരു പരിശ്രമം നടത്തി. അതിനൊരു ഉത്തരം സങ്കീർത്തകന് കിട്ടി, ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകാത്തതാണ്. കരങ്ങൾ രണ്ട് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച്, ഇതാ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്ന സമയമാണിത്. പിടിച്ചു മേടിച്ചു, ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്ന സമയമാണിത്. ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ കരുത്തുറ്റ കരം നിന്റെ മേൽ വെളിപ്പെടുന്ന സമയമാണ്. കണ്ണുനീരോടെ ദൈവത്തെ വിളിച്ചു. മറ്റൊന്നും നോക്കണ്ട. അല്ലേ, വഴിയോരത്തിരുന്ന അന്ധയാചകൻ ബർത്തിമേയുസ് ചങ്കുപൊട്ടി വിളിച്ചില്ലേ, ദാവീദിന്റെ പുത്ര കനിയണമേ എന്ന്. വേറെ ഒന്നും നോക്കിയില്ല. ഇതാണ് സ്വീകാര്യമായ സമയമെന്ന് അവന് മനസ്സിലായി. ഈ നിമിഷം ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന സമയമാണെന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ ഈ നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ തമ്പുരാൻ ഇനി എൻ്റെ മുമ്പിലൂടെ കടന്നു പോകുമെന്ന് പോലും എനിക്കറിയില്ല. മോനെ, ഇത് സ്വീകാര്യമായ സമയമാണ്. ഇതാണ് രക്ഷയുടെ നിമിഷം. ഇതാണ് വലിയ വിടുതലിന്റെ സൗഖ്യത്തിന്റെ നിമിഷം. വിശ്വാസത്തോടെ, ആഗ്രഹത്തോടെ, സ്നേഹത്തോടെ, കണ്ണുനീരോടെ ദൈവത്തെ വിളിച്ച് കരങ്ങൾ രണ്ട് വിശയിലേക്ക് ഉയർത്തി പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട്
എല്ലാ മക്കളും അതിരം തുറന്ന് ഈശോയെ വിളിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ആരാധന ആരാധന ആരാധന. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു. കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ആശീർവാദം സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിൻ്റെ മേലാണോ കർത്താവിൻ്റെ കരം, അത്ഭുതത്തിന്റെ കരം വീശേണ്ടത്, ആ വിഷയത്തെ സമർപ്പിച്ച് ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കട്ടെ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ,